ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരുപാട് പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്താണ് മൈക്രോവേവ് ഓവൻ്റെ വീഡിയോസ് കൂടുതലിടണമെന്ന്. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ പുതിയൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. അപ്പം നമ്മൾ ഓയിലൊക്കെ കുറച്ചിട്ട് നമുക്ക് ഓവനിൽ വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും, അധികം ഹെൽത്തി ആയിട്ട്. അപ്പം നമ്മൾ സാധാരണ എണ്ണയിലിട്ട് മുറിച്ചെടുക്കുന്ന പോലെ ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അപ്പോൾ അതുപോലെ ആയിരിക്കത്തില്ല എന്തായാലും. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. അത്യാവശ്യം ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറും നോർമൽ ചില്ലി പൗഡറുമായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള പൗഡറാണ് കേട്ടോ എടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഒരു 1/4 ഭാഗം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതിൻ്റെ കൂടെ ഉപ്പ് ആവശ്യത്തിന്, അതിൻ്റെ കൂടെ കുറച്ച് നാരങ്ങാനീര്, പിന്നെ ഞാൻ ചേർക്കാൻ പോകുന്നത് ഒറിഗാനോ, മറ്റേ ബേസിൽ, അങ്ങനെ മിക്സ് കിട്ടത്തില്ലേ, ജസ്റ്റ് ഒരു ഫ്ലേവറിനാണ് കേട്ടോ. അപ്പം അത്യാവശ്യം എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫ്ലേവർ കിട്ടുമല്ലോ, അതുകൊണ്ട് മാത്രം അത് ചേർത്താണ്. അത് വേണമെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടും വേണമെങ്കിൽ ഇത് മാറിനേറ്റ് ചെയ്ത് വെക്കാം. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് മാറിനേറ്റ് ചെയ്യാതെ നമുക്ക് ഓവനിൽ ചെയ്തുകൂടെയെന്ന്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. മാറിനേറ്റ് ചെയ്ത് വെച്ചാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും, കുറച്ചുകൂടെ സോഫ്റ്റ് ആയിരിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നെന്തായാലും ഞാൻ മാറിനേറ്റ് ചെയ്ത് അങ്ങനെ വെക്കണില്ല, ഒരു 5 മിനിറ്റ് അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് പുരട്ടി ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് നല്ലപോലെ തേച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം മറ്റേ ബ്രസ്റ്റ് പീസാണ്, ലെഗ് പീസോ അല്ലെങ്കിൽ ആ എല്ലിൻ്റെ പീസൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ അതിനകത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് പുരട്ടി കൊടുക്കാമേ. ഇനിയിപ്പോൾ കൂടുതൽ ഓയിൽ വേണ്ടവർക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഓയിൽ കുറച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇതുവരെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൂടെ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തി വെക്കണം. പിന്നെ നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങൾ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് ഫ്ലോപ്പ് ആണെങ്കിലും നന്നായിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഓവനിൽ വയ്ക്കുന്ന ഒരു ഗ്ലാസിൻ്റെ ഒരു ബൗൾ, അതിനകത്തിലേക്ക് നമ്മളുടെ ചിക്കൻ എടുത്ത് വെച്ചിട്ട് ഓവനിൽ വെച്ചിട്ടുണ്ട്. ഓവൻ ഓൺ ആക്കിയിട്ടുണ്ട്. ഓവൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ഇനി മുന്നേ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. അപ്പം അത്യാവശ്യം ഇനി നമ്മൾ ചെയ്യാൻ പോണ പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വേവും വേണം, ഒന്ന് ഫ്രൈ ആയി കിട്ടുകയും വേണം. അപ്പോൾ അതിന് ഞാൻ 2 സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ഞാൻ എടുക്കുന്ന പോലത്തെ പീസ് ആവണം എന്നില്ല നിങ്ങൾ എടുക്കണം. അപ്പോൾ പലതും പല വേവാവും. അപ്പോൾ 2 സ്റ്റെപ്പായിട്ട് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്തിൽ സെലക്ട് ചെയ്യാൻ പോകുന്നത് മൈക്രോ പ്ലസ് കൺവെൻഷൻ. അത് ഓൺ ചെയ്യുക. നേരെ നമ്മൾ 10 മിനിറ്റാണ് ഇട്ടിരിക്കുന്നത്. 10 മിനിറ്റിൽ ക്ലിക്ക് ചെയ്യുക, ദെൻ സ്റ്റാർട്ട് കൊടുക്കുക. ഇനി നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കാം. ഓവനിൽ നിന്ന് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതാ നോക്കൂ, അതിനകത്തിൽ അത്യാവശ്യം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി അത് നന്നായിട്ടൊന്ന് കുക്കായിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല കട്ടിയുള്ള പീസായിരുന്നു കേട്ടോ. അപ്പം അത്യാവശ്യം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂട്, നോർമൽ വെറുതെ കൈ കൊണ്ടൊന്നും പോയി തൊടരുത്, നല്ല ചൂടാണ്. അപ്പോൾ ഞാനിതൊന്ന് വെന്തോന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇതാ ഞാൻ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നാലും നല്ല ചൂട്, അതുകൊണ്ട് പിടിക്കാൻ പറ്റുന്നില്ല. ആണ്ട് നോക്കി, നല്ല വൃത്തിയായിട്ട് വെന്തിട്ടുണ്ട്. അകമൊക്കെ നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ പക്ഷേ നമ്മളിപ്പം ആ ഒരു ഫ്രൈയുടെ ഒരു ടെക്സ്ചർ ആയിട്ടില്ലല്ലോ. അപ്പം കണ്ടാൽ തന്നെ മനസ്സിലാവും അത്യാവശ്യം ഫ്രൈ പോലെ ആയിട്ടില്ല, ജസ്റ്റ് വെന്തിട്ടേ ഉള്ളൂ. പക്ഷേ ഇത് നല്ല കട്ടിയുള്ള പീസ് ആയതുകൊണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ എടുക്കുന്നത് ചെറിയ പീസാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ 2 സ്റ്റെപ്പായിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. കാരണം ചിലപ്പോൾ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും അതിനകത്ത് വെച്ചിട്ട് വീണ്ടും മൈക്രോ പ്ലസ് കൺവെൻഷൻ വീണ്ടും ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിനി ഒരു 7 മിനിറ്റാണ് ഞാൻ ക്ലിക്ക് ചെയ്യാൻ പോണത്. അപ്പം 7 മിനിറ്റ് വെച്ചിട്ട് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ബട്ടൺ കൊടുക്കുക. സ്റ്റാർട്ട് ബട്ടൺ കൊടുത്തിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ. ഇതാ ഞാൻ 7 മിനിറ്റ് കഴിഞ്ഞു. നമ്മളുടെ ചിക്കൻ എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടാൽ തന്നെ മനസ്സിലാവും അത്യാവശ്യം ഫ്രൈ ആയിട്ടുണ്ട്. അതിനകത്തിൽ ആ വെള്ളം പോലുള്ളതെല്ലാം ഡ്രൈ ആയി. ഇതാ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത പീസാണ്. അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. ആ ഓയിലില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ആ ഒരു നമ്മൾ സാധാരണ എണ്ണയിലൊക്കെ ഇട്ട് മുരിച്ചെടുക്കുന്ന പോലെ ആ ഒരു ടെക്സ്ചർ വരാത്തത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം. ബാക്കിയെല്ലാം നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന സാധനമാണ്. ഫ്രൈ ഒക്കെ നമുക്ക് അത്യാവശ്യം സ്നാക്സ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഇതൊരു നല്ലൊരു ഐറ്റം ആയിരിക്കും കേട്ടോ. കാരണം അത്ര എണ്ണ നമ്മൾ കഴിക്കേണ്ടി വരുന്നില്ലല്ലോ. പക്ഷേ നന്നായിട്ട് വേവും, നല്ല ഒരു ടെക്സ്ചർ, ആ ഫ്രൈയുടെ ഒരു ടെക്സ്ചറും വരും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. Bye. Thank you.